ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് ബിരിയാണിയുടെ റെസിപ്പിയാണ്. ചെട്ടിനാട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മസാല കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ അരച്ച് വെക്കേണ്ടതാണ്. അതിനുവേണ്ടി മല്ലിയില, പുതിന ഇല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, കശകശ ഇവയെല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ബീഫ് ഉപ്പ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ കുക്കായി പച്ചമണമെല്ലാം മാറുന്നത് വരെ, എണ്ണ തെളിയുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയാണ് ഉള്ളത് എങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കൂടെ അങ്ങ് അരച്ച് ചേർത്താലും മതി. പൊടിയാകുമ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം പോകുന്നത് വരെ വീണ്ടും വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നല്ല ഉടച്ച തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയൊന്നും വേണ്ട. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബീഫാണെങ്കിൽ വേവിച്ച ബീഫ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി ആദ്യം തന്നെ ചേർത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ജീരകശാല അരിയോ കൈമ അരിയോ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കഴുകി ഊറ്റിവെച്ച അരിയാണ്. ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകി വെച്ചാൽ മാത്രം മതി. അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയായി കുറച്ച് വെള്ളമുണ്ട്. ആദ്യം ഈ ഒരു അരി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നോക്കിയാൽ മതി എത്രമാത്രം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. കാരണം ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേവിക്കാൻ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തത്. 2.5 കപ്പ് അരിക്ക് ഏകദേശം 3/4 കിലോ ചിക്കനാണ് എടുത്തത്. അത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് അരിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ ആദ്യം ഈ ചിക്കൻ വേവിച്ച വെള്ളം എത്ര അളവുണ്ടെന്നോ അതെല്ലാം അളന്ന് നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് കറക്റ്റ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് 1-2 തവണ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യിൽ വറുത്തതും കുറച്ച് മല്ലിയില, പുതിനയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ ബിരിയാണി റെഡിയാണ്. വളരെയധികം ടേസ്റ്റുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ചെട്ടിനാട് ബിരിയാണി. ഇനി ഇത് വെള്ളം പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബായ്.